PR ഫുഡ് ട്രാവലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നായ ലിച്ചൻസ്റ്റൈനിലാണുള്ളത്. മധ്യ യൂറോപ്പിലെ സ്വിറ്റ്സർലൻഡിനും ഓസ്ട്രിയയ്ക്കും ഇടയിലാണ് ഈ ചെറു രാജ്യം സ്ഥിതി ചെയ്യുന്നത്. 160 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഈ ഒരു രാജ്യം ലോകത്തിലെ 6ാമത്തെ ചെറിയ രാജ്യമാണ്. ആകെ ജനസംഖ്യ 39,000 മാത്രമാണ് ഇവിടെയുള്ളത്. എന്നാൽ വലുപ്പം കുറവാണെങ്കിലും ചരിത്രവും സംസ്കാരവും നിറഞ്ഞതാണ് ലിച്ചൻസ്റ്റൈൻ. 1806 മുതൽ രാജഭരണത്തിന് കീഴിലാണ് ഈ രാജ്യം. ലിച്ചൻസ്റ്റൈൻ രാജകുടുംബം യൂറോപ്പിലെ ഏറ്റവും പഴയ രാജകുടുംബങ്ങളിലൊന്നാണ്. ലിച്ചൻസ്റ്റൈൻ്റെ ചരിത്രം 12ാം നൂറ്റാണ്ട് വരെ നീണ്ടതാണ്. അന്ന് ഇത് ഹോഹൻ ഹെംസ് കുടുംബത്തിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശമായിരുന്നു. 1815 വിയന്ന കോൺഗ്രസിന് ശേഷം ലിച്ചൻസ്റ്റൈൻ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കപ്പെട്ടു. 1939 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ലിച്ചൻസ്റ്റൈൻ നിഷ്പക്ഷത പാലിച്ചു. ലിച്ചൻസ്റ്റൈൻ്റെ സംസ്കാരം ജർമ്മൻ സ്വിസ് സ്വാധീനങ്ങളുടെ മിശ്രിതമാണ്. ഔദ്യോഗിക ഭാഷ ജർമ്മനാണ്. രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ഇത് സംസാരിക്കുന്നു. ഇവിടെ വിവിധ പരമ്പരാഗത ആഘോഷങ്ങളും ഉത്സവങ്ങളും നടക്കാറുണ്ട്. ലിച്ചൻസ്റ്റൈൻ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാണ്. രാജ്യത്തിൻ്റെ സമ്പദ്ഘടന പ്രധാനമായും ധനകാര്യ സേവനങ്ങളുടെയും ടൂറിസത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഈ രാജ്യം ഒരു പ്രധാന ധനകാര്യ കേന്ദ്രമായി അറിയപ്പെടുന്നു. കൂടാതെ നിരവധി ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ഇവിടെ ആസ്ഥാനമുണ്ട്. രാജ്യത്തിന് സ്വന്തം നാണയമില്ല. ഇവർ സ്വിസ് ഫ്രാങ്ക് ഉപയോഗിക്കുന്നവരാണ്. ലിച്ചൻസ്റ്റൈൻ ഒരു ചെറിയ രാജ്യമാണെങ്കിലും പ്രകൃതി ദൃശ്യങ്ങൾ, മഞ്ഞുകാല കായിക ഇനങ്ങൾ, ചരിത്രപരമായ സ്ഥലങ്ങൾ എന്നിവ കാണാൻ നിരവധി വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു. റൈൻ നദിയുടെയും മഞ്ഞുമൂടിയ പർവ്വത നിരകളുടെയും മനോഹരമായ കാഴ്ചകൾ, ലിച്ചൻസ്റ്റൈൻ കൊട്ടാരം, ലിച്ചൻസ്റ്റൈൻ ദേശീയ മ്യൂസിയം എന്നിവ പോലുള്ള ചരിത്ര ആകർഷണങ്ങൾ നമുക്കിവിടെ കാണാം. മഞ്ഞുകാല സ്കീയിങ്, സ്നോബോർഡിംഗ് എന്നിവ പോലുള്ള ആക്ടിവിറ്റീസുകൾ ആസ്വദിക്കാൻ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള സഞ്ചാരികൾ ഇവിടെ ധാരാളം എത്തിച്ചേരാറുണ്ട്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഈ രാജ്യത്തിൻ്റെ ചരിത്രം, ഭൂപ്രകൃതി, കാലാവസ്ഥ, കെട്ടിട നിർമ്മിതി, ജനങ്ങളുടെ ജീവിത രീതി മുതലായവ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിന് ചെറിയ ടോയ് ട്രെയിനുകൾ ഇവിടെ അവർ സജ്ജമാക്കിയിട്ടുണ്ട്. അതിൽ കയറി നമുക്ക് ഈ ഒരു രാജ്യത്തിൻ്റെ മനോഹരമായ തെരുവുകളിലൂടെ 2 മണിക്കൂർ നേരം ചുറ്റി നടന്ന് ഈ രാജ്യത്തിൻ്റെ സമ്പന്നമായ സംസ്കാരം നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. Three, two, one.